എന്താ മാമ പത്രത്തിലെ വിശേഷം? നമ്മൾ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ പത്രത്തിൽ നോക്കുകയായിരുന്നു. എന്തെല്ലാം വികസനങ്ങൾ! അംഗനവാടി, കുട്ടികൾക്ക് ആവശ്യമായ കളിസാധനങ്ങൾ, വിശ്രമം, പിന്നെ ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ. പണ്ടാണെങ്കിൽ ഇങ്ങനെ വല്ലതും ഉണ്ടോ? കുടിപ്പള്ളിക്കൂടമല്ലേ, ഇതിനുള്ള ഒരു സൗകര്യവും ഇല്ലായിരുന്നു. ഇപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ആശുപത്രി, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, എന്തെല്ലാം വികസനങ്ങൾ. നെടുങ്ങോലം രാമറാബു ഹോസ്പിറ്റൽ, ഇപ്പം 10 ഡോക്ടർമാരാണ് ഉള്ളത്. എല്ലാ അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻ്റ് ഉണ്ട് അവിടെ. ഭയങ്കര സൗകര്യമല്ലേ ഇപ്പോൾ. വൃദ്ധസാധനം, വൈകുന്നേരങ്ങളിലായും കാലത്തായാലും ശരി വൃദ്ധരായ മാതാപിതാക്കൾക്ക് വന്ന് സംസാരിക്കാനും അല്പസമയം സ്വറവറിഞ്ഞിരിക്കാനും ഒക്കെ ഉള്ള സൗകര്യം. അത് പറഞ്ഞതാ ഓർത്തത്. റോഡിൻ്റെ കാര്യം, റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, എന്ന് പറയണ്ട. റോഡിലിറങ്ങിയ കാഴ്ചകൾ തന്നെയാണ്. അതുപോലെ തന്നെ വോൾവോ ബസ്, എ സി ഉള്ളത്. പിന്നെന്താ വികസനത്തിന് കുറവ് വന്നിരിക്കുന്നത് ഇവിടെ? പിന്നെ ഈ ടോയ്ലറ്റ്. അതെ, ആൾക്കാർക്ക് ഓർത്തു ഈ ടോയ്ലറ്റ്. മുൻപാണെങ്കിൽ നമുക്ക് 1 രൂപ 2 രൂപ പോകണമെങ്കിൽ ജംഗ്ഷനിൽ ചെന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ ഒരു നാണയം ഇട്ടാൽ മതി, എല്ലാ സൗകര്യവും ഉണ്ടാവും അവിടെ. പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ ഒന്നാം പന്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? കുടിവെള്ള പദ്ധതി. കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടോടുന്ന ഈ സമയത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതി വന്നത് എന്തൊരാശ്വാസമാണെന്നറിയാമോ? പണ്ടാണെങ്കിൽ ആൾക്കാർ വെള്ളത്തിന് വേണ്ടി കിടന്ന് ഓട്ടമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒന്നും വേണ്ട. അതുപോലെ തന്നെ പോർട്ടിന്റെ കാര്യം പറയുന്നത് ഞാൻ ഇപ്പോൾ വായിച്ചു വെച്ചതേ ഉള്ളൂ. ഇത് കണ്ട, ഞാനിതാ വായിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കൊച്ചിയിലായിരുന്നു പണ്ടാണെങ്കിൽ പിന്നെ ചരക്ക് കപ്പലെല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ കൊല്ലത്തും വന്നെത്തി കഴിഞ്ഞു. നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് സ്പോർട്സിന് ആവശ്യമായ സ്റ്റേഡിയം, അത് തന്നെ. പണ്ടാണെങ്കിൽ ആ സ്റ്റേഡിയം ഇല്ല, കുട്ടികളെ നാട്ടുംപ്രദേശത്താണ് ഓടിക്കളിക്കേണ്ടത്. ഇപ്പോഴാണെങ്കിൽ സ്റ്റേഡിയം തന്നെ ഉണ്ട് എല്ലാത്തിനും, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. പിന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് അഷ്ടമുടി വരെ ഒന്ന് പോകണമായിരുന്നു. ഞാൻ കൊല്ലത്ത് ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി നേരെ ബോട്ട് ചെടി ഇരുന്നു. വിപുലീകരിച്ച ബോട്ട് ചെടി ഒന്ന് കാണേണ്ടത്. അത് കഴിഞ്ഞിട്ടുള്ള ബോട്ട് യാത്രകളുണ്ട്, ഗംഭീരം. പാവപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ഇപ്പോൾ സർക്കാർ 2 ലക്ഷം രൂപ വരെ കൊടുക്കുന്നുണ്ട്. അതെ അതെ, മുമ്പ് 1 ലക്ഷം ആയിരുന്നു, ഇപ്പം 2 ലക്ഷം രൂപയാക്കിയിരിക്കുക. പിന്നെ എന്ത് വേണം? പിന്നെ സിവിൽ സ്റ്റേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചാത്തന്നൂരുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിൽ മുമ്പ് കൊല്ലത്തും അവിടെ ഇവിടെയൊക്കെ പോകണം. ഇപ്പോൾ ചാത്തന്നൂരോട്ട് എന്നാൽ മതി, സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ നിന്ന് കിട്ടുന്നു. ക്യാൻസർ രോഗികൾക്ക് എന്തുമാത്രം പൈസയാണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്, കാരുണ്യ ലോട്ടറി വഴി. അതൊരു നേട്ടമല്ലേ? നമ്മുടെ ജനങ്ങൾ 100% സാക്ഷരതയാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. അതൊക്കെയല്ലേ വികസനങ്ങൾ. എന്നാൽ ശരി, വികസനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. എന്നാ മോശല്ലേ? ശരി.